തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടിന് ശമനമില്ല. പരുത്തിക്കുഴി പെയിന്റ് കമ്പനി റോഡിൽ 25 വീടുകൾ ഇപ്പോഴും വെള്ളത്തിലാണ്. മഴ തോർന്നതോടെ നഗരത്തിലെ പ്രധാന മേഖലകളിൽ നിന്ന് വെള്ളമിറങ്ങിയിട്ടുണ്ട്. മഴ തോർന്ന് മണിക്കൂറുകളായിട്ടും തിരുവനന്തപുരം പരുത്തിക്കുഴി പെയിന്റ് കമ്പനി റോഡിലെ 25ഓളം വീടുകളുടെ അവസ്ഥയാണിത്. വീടിന് മുറ്റത്ത് മാത്രമല്ല വീടിനകത്തു വരെ വെള്ളം കയറിയിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടിൽ ഇവിടെയുള്ള പ്രദേശവാസികൾ ദുരിതം അനുഭവിക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. വെള്ളം കയറി 2 ദിവസമായിട്ടും നഗരസഭാ അധികൃതർ ഇവിടേക്ക് എത്തിയിട്ടില്ല. സെപ്റ്റിക് മാലിന്യം കലർന്ന വെള്ളമാണ് വീടുകളിലേക്ക് കയറിയത്. പ്രദേശവാസികൾ ബന്ധുവീടുകളിലേക്ക് താമസം മാറിപ്പോയി. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 2-3 ദിവസം മഴ നീണ്ടു നിൽക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. 25 കുടുംബങ്ങൾ എഫക്റ്റഡ് ആണ്. ഇതിലിപ്പം 6ഓളം കുടുംബങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. ഇന്നും 4-5 കുടുംബങ്ങൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇലക്ഷന് മാത്രം ആരെങ്കിലും വരും. അത് കഴിഞ്ഞാൽ പുറത്ത് ഇവിടെ ഞങ്ങൾ മരിച്ചോന്നോ ഉണ്ടാന്നോ അറിയില്ല. കാലവർഷം എത്തും മുമ്പുള്ള ട്രയൽ മഴയിൽ തന്നെ തലസ്ഥാനം മുങ്ങി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തതും സ്മാർട്ട് സിറ്റി റോഡുകളുടെ നിർമ്മാണവുമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നതാണ് പ്രധാന ആരോപണം. ഇന്നലെ വെള്ളം കയറിയ ചാലയിലും ഗൗരീശപട്ടത്തും തേക്കുംമൂട് ബണ്ട് കോളനിയിലും വെള്ളമിറങ്ങി. കാലവർഷം എത്തിയതോടെ ആശങ്കയിലാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ. മഴ സമയങ്ങളിൽ വെള്ളക്കെട്ട് തന്നെയാണ്. കാരണം ഇവിടെ താഴ്ന്ന പ്രദേശം കൂടെയാണ്. അപ്പം അങ്ങോട്ട് ദൂരോട്ടുള്ള വെള്ളം എല്ലാം വന്ന് ഇവിടെ സ്ട്രക്കാവുന്നത് ഞങ്ങളുടെ ഭാഗത്താണ്. വെള്ളം കയറുമ്പോൾ ഞങ്ങളെല്ലാം വെള്ളത്തിൽ വെള്ളം ഇറങ്ങുമ്പോൾ പിന്നെ എല്ലാം തുടച്ച് വൃത്തിയാക്കി വീണ്ടും താമസിക്കുക. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്ന വർഷങ്ങളുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 10-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇതിനോടകം തുറന്നിട്ടുള്ളത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.